കായംകുളം കണ്ടല്ലൂരിൽ 4.5 വയസ്സുകാരനെ ചട്ടുകം പഴുപ്പിച്ച് പൊള്ളിച്ചമ്മ. കുട്ടി നിക്കറിൽ മലമൂത്ര വിസർജനം നടത്തിയതിൽ പ്രകോപിതയായിരുന്നു. അമ്മയുടെ ആക്രമണം 4 ദിവസം മുൻപായിരുന്നു സംഭവം. പിൻഭാഗത്തും കാലിലും പൊള്ളലേറ്റ കുട്ടിയെ മാതാവ് തന്നെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. ഡോക്ടർക്ക് സംശയം തോന്നി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയെ വിവരം അറിയിക്കുകയായിരുന്നു. സംഭവത്തിൽ കനകക്കുന്ന് പോലീസ് കേസെടുത്തു. ശരണ്യ സ്നേഹജൻ കൂടുതൽ വിവരങ്ങൾ നൽകും. ചരണിലേക്ക് വരാം. ഡോക്ടറോട് വീട്ടുകാർ പറഞ്ഞത് ചപ്പാത്തി ചുടുന്ന കല്ല് കുഞ്ഞിൻ്റെ ദേഹത്ത് വീണു പൊള്ളി എന്നാണ് അവർ പറഞ്ഞത്. അവിടെ ഡോക്ടർ പ്രാഥമിക ശുശ്രൂഷ നൽകി അന്നേരം തന്നെ അവർ തിരിച്ചു പോവുകയും ചെയ്തു. അപ്പോൾ ഡോക്ടർക്ക് ഒരു സംശയം തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഡോക്ടർ തന്നെ ചിൽഡ്രൻസ് വെൽഫെയറിൽ വിളിച്ചു പറഞ്ഞ് ഇതുപോലൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്, അത്യാവശ്യമായി അന്വേഷിക്കണമെന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ നമ്മുടെ കനകക്കുന്ന് സ്റ്റേഷനിൽ വിളിച്ചു പറയുകയും പോലീസിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായി, അതായത് ഈ കുഞ്ഞ് തന്നെ പറയുകയുണ്ടായി, കുഞ്ഞ് നിക്കറിൻ്റെ അകത്തിൽ ഇട്ടതുകൊണ്ട് അമ്മ തന്നെ ഈ കുഞ്ഞിൻ്റെ ചന്തിക്ക് ഇത് പഴിപ്പിച്ച് വെക്കുകയാണ് പറയുന്നത്. അതായത് 2 ചന്തിയും ഒരു കാലിൻ്റെ ഒരു ഭാഗവും എല്ലാം തന്നെ വളരെ നല്ല രീതിയിൽ പൊള്ളിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കൃത്യമായി തന്നെ പോലീസിൽ അന്വേഷിച്ചപ്പോൾ പോലീസ് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ FIR ഇട്ടുകൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്ത് അത് കൃത്യമായി തന്നെ കേസിൻ്റെ മുറയ്ക്ക് പോവുകയാണ്. അതിൻ്റെ തുടർ നടപടികൾ എല്ലാം തന്നെ പൂർത്തീകരിച്ച് വേണ്ട രീതിയിലുള്ള കുട്ടിക്ക് നീതി ലഭിക്കുന്ന തരത്തിലുള്ള സമീപനത്തിലേക്ക് പോലീസുകാർ നീങ്ങുന്നു എന്നാണ് കനകക്കുന്ന് സ്റ്റേഷനിൽ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. ശരണ്യ സ്നേഹജൻ ചേരുന്നു. ശരണ്യ, ഒരു അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമോ എന്ന് തോന്നിപ്പോകുന്നു. എങ്ങനെയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ? അതിക്രൂരമായ സംഭവം എന്ന് തന്നെ നമുക്ക് പറയാം. ആ കുഞ്ഞിന്റെ പിൻഭാഗത്ത് 2 ഇടങ്ങളിലായും കാലിന്റെ സൈഡിലുമായാണ് പൊള്ളല് ഏറ്റിരിക്കുന്നത്. നല്ല പൊള്ളൽ തന്നെയാണ്, ആഴത്തിലുള്ളതല്ല, പക്ഷെ എങ്കിൽ പോലും വലിയ വട്ടത്തിൽ തന്നെ ആ കുഞ്ഞിന്റെ ഈ ഭാഗങ്ങളിലെല്ലാം തന്നെ പൊള്ളൽ ഏറ്റിരിക്കുന്നു എന്നുള്ളതാണ്. ദൃശ്യങ്ങൾ നമുക്ക് കണ്ടാൽ സഹിക്കില്ല. അതുപോലെയാണ് അങ്ങനൊരു സംഭവം, ക്രൂരമായ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഈ സംഭവം നടക്കുന്നത് കായംകുളം കണ്ടല്ലൂർ പഞ്ചായത്തിലാണ്. കണ്ടല്ലൂർ പഞ്ചായത്ത് കഴിഞ്ഞ 19-ാം തീയതി ഉച്ചയ്ക്ക് ശേഷമാണ് ഈ സംഭവം നടന്നതെന്നാണ് കനകക്കുന്ന് പോലീസ് വിശദീകരിക്കുന്നത്. ഈ കുട്ടിയും അമ്മയും ഉണ്ട്, അമ്മയും അമ്മുമ്മയും ഉണ്ട്. ഇപ്പൊ അച്ഛന്റെ അമ്മയുടെ പരാതിയിലാണ് കേസ് എടുത്തിട്ടുള്ളത്. അതിൽ തന്നെ ഈ കുഞ്ഞ് നേരത്തെ പറഞ്ഞ പോലെ ഡ്രസ്സിൽ മലമൂത്ര വിസർജനം നടത്തിയതിലുള്ള പ്രകോപനത്തിന്റെ ഭാഗമായിട്ടാണ് അമ്മ ഇങ്ങനെ ഇത്രയും ക്രൂരമായ ഒരു സംഭവം ചെയ്തതെന്നാണ് പറയുന്നത്. അവര് ആശുപത്രിയിൽ ഈ കുട്ടിയെ എത്തിക്കുമ്പോൾ പറഞ്ഞത്, തൊട്ടടുത്ത് തന്നെ പറവൂരിലുള്ള സ്വകാര്യ ആശുപത്രിയിൽ കുഞ്ഞിനെ അന്ന് എത്തിച്ച സമയത്ത് പറഞ്ഞത് ഈ കുട്ടി ദോശക്കല്ലിൽ കയറി ഇരുന്നു എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. പക്ഷെ അങ്ങനെയല്ല, ഈ കുട്ടിയുടെ 2 സൈഡിലും പൊള്ളലേറ്റിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് കൃത്യമായി വെച്ച് പൊള്ളിച്ചതുപോലെ തന്നെയാണ്, ചട്ടകമോ എന്തോ ഉപയോഗിച്ചാണ് പൊള്ളലേൽപ്പിച്ചത്. ആ രീതിയിലാണ് ആ കുഞ്ഞിന്റെ ശരീരത്തിലുള്ള മുറിവുകൾ ഉള്ളത് എന്നുള്ളതാണ്. അച്ഛൻ പട്ടാളത്തിലാണ് ഉള്ളത്. അദ്ദേഹം വരുന്നതിന് വേണ്ടി പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഈ ആദ്യഘട്ടത്തിൽ കുഞ്ഞ് പോലീസിനോട് പറഞ്ഞു അമ്മ പൊള്ളലേൽപ്പിച്ചതാണെന്ന് പറഞ്ഞു. പക്ഷെ പിന്നീട് കുട്ടി മൊഴി മാറ്റി പറഞ്ഞു. അമ്മ ഇത്രയും സംഭവങ്ങൾ ഉണ്ടായിട്ടും കുട്ടിക്ക് അമ്മയോട് വലിയ അറ്റാച്ച്മെന്റ് ആണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ പിന്നീട് കുഞ്ഞ് താൻ കയറി ഇരുന്നതാണ് എന്നുള്ള രീതിയിൽ കുഞ്ഞ് മൊഴി മാറ്റി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ചൈൽഡ് വെൽഫെയർ പ്രവർത്തകർ കൗൺസിലിംഗ് ഒക്കെ ചെയ്യുന്ന ഘട്ടത്തിലും കുഞ്ഞ് പല രീതിയിൽ മാറ്റി പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇത് അങ്ങനെയല്ല എന്നാണ് ഡോക്ടർമാർ ഉൾപ്പെടെ പറയുന്നത്. കുട്ടിയെ പൊള്ളലേൽപ്പിച്ചതാണ്. പിൻഭാഗത്ത് 2 ഇടങ്ങളിലായും കാലിന്റെ തുടയുടെ ഇടത് ഭാഗത്തായിട്ടുമാണ് കുഞ്ഞിന് പൊള്ളലേറ്റുള്ളത്. ഇടത് ഭാഗത്ത് 2 സ്ഥലത്ത് പൊള്ളലേറ്റിട്ടുണ്ട്. പെട്ടെന്ന് ഒരാൾ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന സംഭവമല്ല, ഇങ്ങനെ കുട്ടിയെ പല സ്ഥലങ്ങളിലായി പൊള്ളലേൽപ്പിച്ചത് തന്നെയാണ് എന്നുള്ളതാണ് പോലീസും അത് തന്നെയാണ് പറയുന്നത്. പിന്നെ ഈ 4.5 വയസ്സാണ് ആ കുഞ്ഞിനെ ഉള്ളത്, ആൺകുട്ടിയാണ്. അപ്പോൾ ഈ കൊച്ച് അമ്മയുമായി വലിയ അറ്റാച്ച്മെന്റ് കാണിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അച്ഛൻ നാട്ടിലേക്ക് എത്താനുള്ള അറിയിപ്പ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് കൊടുത്തിരുന്നു. കാരണം വീടിന്റെ പെരവാസത്തിൽ കഴിഞ്ഞിട്ട് അച്ഛൻ പോയതേ ഉള്ളൂ, അവധി കഴിഞ്ഞ് പോയതേ ഉള്ളൂ. അതിന്റെ പിന്നാലാണ് ഇങ്ങനെ സംഭവം ഉണ്ടാകുന്നത്. അച്ഛന്റെ അമ്മ വീട്ടിൽ വരുമ്പോൾ കുട്ടി പാൻറ് ഇട്ടാണ് നിൽക്കുന്നത്. കുട്ടിക്ക് നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു. അങ്ങനെ അവർ നടത്തിയ പരിശോധനയിൽ ഈ കുഞ്ഞിന്റെ ശരീരത്തെ ഈ ഭാഗത്ത് ഇത് കാണുകയും ആശുപത്രിയിൽ കൊണ്ടുപോയി ചെയ്തെന്നാണ് പോലീസ് വ്യക്തമാക്കിയത്. ശരണ്യ സ്നേഹജനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.